ഹലോ നമസ്കാരം. അപ്സ്റ്റേറസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപർണ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഞാൻ അത്ര സുഖത്തിലല്ല, ചെറിയ രീതിയിൽ ഒരു പനിയൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നും ഇങ്ങനെ ഓടി നടന്ന് ആക്റ്റീവായിട്ടുള്ളൊരു വ്ളോഗ് അല്ലാതെ ഇങ്ങനത്തെ ഒരു ദിവസം എങ്ങനെയാണെന്നൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തലേന്ന് ഒന്ന് നടക്കാൻ ഇറങ്ങിയാണ്. നടന്നിട്ടൊക്കെ വന്നെല്ലാം കഴിഞ്ഞപ്പോൾ എന്താ നടത്തില്ല പനി പോലെ വന്നു. കുറച്ച് ചൂടും ഒക്കെ ഉണ്ടായിരുന്നു രാത്രിയിൽ. രാവിലെ ആയപ്പം വലിയ കുഴപ്പമില്ല, പക്ഷേ ദേഹത്ത് വേദന പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല, ചൂടൊന്നുമില്ല. പക്ഷേ നമുക്കറിയാമല്ലോ, നമുക്കൊരു ഭയങ്കര തളർന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ കുക്കിംഗ് ഒക്കെ ഭയങ്കര തട്ടിക്കൂട് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. കാരണം ഒന്നാമത് വയ്യാതിരിക്കുകയാണല്ലോ. പിന്നെ എനിക്ക് ആ ഒരു സമയത്ത് എന്തെങ്കിലും വീട്ടിലുണ്ടാക്കുന്നതൊക്കെ ആയിരിക്കുമല്ലോ കഴിക്കാൻ ഇഷ്ടം. അപ്പം അങ്ങനത്തെ ഒരു ദിവസമാണ്. അപ്പം രാവിലെ തന്നെ ഞാൻ പുട്ടൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വെളിയിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വന്ന് നോക്കും കേട്ടോ, ചെടിയിൽ ഒരു മുള വന്നോ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് നോക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മോളെ വിളിച്ച് എണ്ണിപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അവളെ അധികം കൂടുതൽ അടുപ്പിക്കാറില്ല എൻ്റെ അടുത്ത്, ഇനി പനി എങ്ങാനും പകർന്നോ എന്ന് വിചാരിച്ചിട്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ ഭയങ്കര മോശമാണ്. അതായത് ഈ ശനിയാഴ്ച ഈ ഒരു വീഡിയോ എടുക്കുന്നത് ചൊവ്വാഴ്ചയാണ്. ശനിയാഴ്ച ഭയങ്കര വെയിലായിരുന്നു, അതേസമയം ഞായറാഴ്ച നല്ല മഴയ്. തിങ്കളാഴ്ച ഞാൻ പറഞ്ഞില്ലേ, തലേന്ന് ഭയങ്കര കാറ്റും തണുപ്പുമായിരുന്നു. അങ്ങനെ ഒരു മിക്സഡ് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പനി, ശരീരവേദന അങ്ങനെയൊക്കെ വരും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമുക്ക് പോളൻ അലർജിയും കൂടെ ഉള്ളതുകൊണ്ട് അതും നമുക്ക് വരും കേട്ടോ. അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യം ഇവിടെ. അപ്പം ഇവിടെ വീട്ടിലാണ് 2 റിമോട്ട് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യം ഈ ടിവിയുടെ കൂടെ കിട്ടിയ റിമോട്ട് മോള് അവിടെ ഇവിടെ എല്ലാം എറിഞ്ഞ് പൊട്ടിച്ചു. അന്നേരം രണ്ടാമത് വേറൊന്നും ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കേട്ടോ. അപ്പോൾ ആ പഴയ പൊട്ടിയതാണെങ്കിൽ അത് വർക്ക് ചെയ്യും. അപ്പം ഞാനിപ്പോൾ ഏതെങ്കിലും ഓഫ് ചെയ്യുവാണെങ്കിൽ അവൾ ആ പഴയ റിമോട്ട് എടുത്തുകൊണ്ട് വന്ന് ഓൺ ചെയ്യും. അത് അവളുടെ മെയിൻ ഹോബി കേട്ടോ. അപ്പം ഞാൻ പുട്ടൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ സാധാരണ ഞാൻ കൊടുക്കാറാണ്, പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞ് തന്നെ തിന്നോണം, കാരണം അമ്മ തരത്തില്ല, അമ്മയ്ക്ക് വയ്യാതിരിക്കുമായിരുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെത്താനെല്ലാം ഇരുന്ന് കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അവൾക്കറിയാം എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അവൾ ആ രീതിയിലൊക്കെ നിന്നോളും. അങ്ങനെ വലിയ മൂശാട്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുസൃതിക്കാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്. എനിക്കറിയത്തില്ല, കുറേ പേർക്ക് എൻ്റെ ചില വേർഡ്സ് മനസ്സിലാവുമോ എന്നറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹസ്ബൻഡിനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പോളൻ അലർജി വന്നെന്ന്. അങ്ങനെ ആളുടെ കണ്ണിനും കുറച്ച് ചെറിയ അലർജി വന്നു. അപ്പോൾ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് വന്നേക്കും കേട്ടോ. ആ മരുന്നും കാര്യങ്ങളൊക്കെ ഇവിടെ മരുന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോക്ടർ നേരിട്ട് നമ്മുടെ ഫാർമസിയിൽ അയക്കുക, നമ്മുടെ കയ്യിൽ തന്നു വിടത്തില്ല കേട്ടോ. നമ്മുടെ ഏതാണോ അടുത്തുള്ള ഫാർമസി അവിടോട്ട് അവർ നേരിട്ട് അയക്കും. നമ്മൾ പോയി അവിടുന്ന് കളക്ട് ചെയ്ത് ക്യാഷ് പേ ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കാം കേട്ടോ. അപ്പോൾ എന്നോട് പറയുന്നുണ്ട് ഇങ്ങനെ, ഇപ്പം എനിക്കിപ്പം ഇന്ന് പനിയാണെങ്കിൽ ഇപ്പം നാളെ ഇന്ന് എനിക്ക് ഡോക്ടറെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇവിടെ നമ്മൾ അപ്പോയിൻമെൻ്റ് ഇട്ട് ചിലപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ ആയിരിക്കും അപ്പോയിൻമെൻറ്റ് കിട്ടുക. അതിനുള്ള പനി ഇല്ല, അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഡോക്ടറെ ഒന്നും കാണിച്ചില്ല. പക്ഷെ നാട്ടിലൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് പോയി ഡോക്ടറിനെ എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ. അപ്പം ഇവിടെ നാട്ടിൽ ഇവിടെയുള്ള ഏറ്റവും മെയിനായിട്ടുള്ള ഒരു പ്രശ്നം ഇതാട്ടോ, പെട്ടെന്ന് നമുക്കങ്ങനെ കാണാൻ പറ്റത്തില്ല എന്നല്ല, ഇപ്പം ഒരു എമർജൻസിയിൽ നമ്മൾ കയറേണ്ട വരും. എമർജൻസിയിൽ കയറുകയെന്ന് വെച്ചാൽ ഭയങ്കര ചിലവാണത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി എമർജൻസിയിൽ അവർ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ കാശ് നമ്മുടെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള ഇത് ചെറിയ പനിക്കൊന്നും ഇവിടെ ആരും അങ്ങനെ ഡോക്ടറെ കാണാറില്ല കേട്ടോ. ഇന്നാണെങ്കിൽ ലഞ്ചിന് ഭയങ്കര സിമ്പിളായിട്ട് ഞാനൊരു ഇറച്ചി റൈസ്, അത് ഇറച്ചി ചോറാണ് വെക്കുന്നത്. ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ വെച്ചാണ്, ബീഫല്ല ചിക്കൻ വെച്ചിട്ട്. അതാകുമ്പോൾ നമുക്ക് ഒരു കുക്കറിനകത്ത് എല്ലാ സംഭവങ്ങളും ഒറ്റയടിക്ക് അങ്ങ് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലും പോവുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ റൈസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം വേണം. റൈസ് വേണം, കറി വേണം, തോരൻ വേണം, പിന്നല്ല മീൻ വറക്കണം, അങ്ങനത്തെ കുറച്ച് ഇതാകുമ്പോൾ ഒറ്റയടിക്ക് അങ്ങ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിനാണെങ്കിൽ ഒന്ന് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി, സവാള, പച്ചമുളക്, പിന്നെ തക്കാളി, പിന്നെ മല്ലിയില, പുതിനയില,
ഇത്രയും സംഭവമാണ് നമുക്ക് വേണ്ടത്. പച്ചമുളക് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും സാധനം നല്ലപോലെ കഴുകി ആദ്യം ഒന്ന് വെച്ച് അതൊന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ആണെങ്കിൽ പുതിനയില വാങ്ങിച്ചു കഴിഞ്ഞാൽ അധികം ചിലവാകത്തില്ല സത്യത്തിൽ. പുതിനയില മെയിനായിട്ട് ബിരിയാണിക്ക് വന്നെങ്കിൽ യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാൻ അധികം വാങ്ങിക്കാറില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഞാൻ എന്തെങ്കിലും ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നോക്കുമ്പോൾ എൻ്റെ പുതിനയില കാണില്ല. പക്ഷേ ഇത്തവണ അത് കാര്യമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കൊരു പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ കുറച്ച് ഏറെ ആയിപ്പോയി. അതിൻ്റെ ചെറിയൊരു അതിപ്രസരം വന്നു കേട്ടോ. എല്ലാം അതിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ പറയാമേ. എനിക്കൊരു ബുക്കുണ്ട് കേട്ടോ. ഞാനിങ്ങനെ റെസിപ്പിയൊക്കെ എഴുതി വെക്കുന്ന ബുക്ക്. അപ്പോൾ എത്ര ഞാൻ ഉണ്ടാക്കിയാലും ഞാൻ ഒരു തവണ ആ ബുക്കിൽ നോക്കിയിട്ടേ ഉണ്ടാക്കത്തുള്ളൂ. കാരണം എന്തെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ദേവുവിനാണെങ്കിൽ മറ്റേ കിവിയുണ്ട്. കിവി നമ്മുടെ പച്ച കളറല്ല, അകത്ത് മറ്റേ മഞ്ഞ കളറാണ്, ഗോൾഡൻ കിവി. അത് വാങ്ങി. പക്ഷേങ്കിൽ ഇത് ആൾ തിന്നില്ല കേട്ടോ. കാരണം ഇതിനൊരു പുളി ഉണ്ടായിരുന്നേ. ഇത് അത്ര പഴുത്തിട്ടില്ല. അപ്പോൾ നല്ലോണം പഴുത്താൽ മാത്രമേ അവൾ കഴിക്കുള്ളൂ. അത് ഒരെണ്ണം തിന്നിട്ട് ബാക്കി അവിടെ വെച്ചിട്ട് പോയി. പിന്നെ ഞാൻ വേറെ എന്തോ മുറിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ അത് പുളിയാണോ മധുരമാണോ എന്നുള്ളത് മനസ്സിലാവത്തില്ല. കഴിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. നല്ല മധുരമാണെങ്കിൽ മാത്രമേ കുട്ടികൾ കഴിക്കത്തുള്ളൂ. അങ്ങനെയും പ്രശ്നമുണ്ട്. അപ്പോൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാനായിട്ടുണ്ടല്ലോ, ആദ്യം നമ്മുടെ കുക്കറാണെങ്കിൽ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കണേ. എന്നിട്ട് നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പൂ, പിന്നെ അതുപോലെ ബേ ലീഫ്, പിന്നെ കുറച്ച് ഏലക്ക, ഇതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റണേ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതും കൂടെ അതിനകത്തിട്ട് നന്നായിട്ട് വഴലണം സവാള കേട്ടോ. അത് നന്നായിട്ട് വഴലണം. ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് വഴറ്റിയെടുക്കണേ. എന്നിട്ട് ആ ഒരു സമയം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം മിക്സിയിലിട്ട്. അരയ്ക്കരുത്, നല്ലതായിട്ട് ക്രഷായിട്ട് ഇരിക്കണേ. എന്നിട്ട് ക്രഷ് ചെയ്തെടുത്ത് അതും കൂടെ വെക്കണേ. ആ തലയാണ മാറ്റ്, എന്നിട്ട് കാലോടെ വെക്ക്. ആ തലയാണ കേറി. എന്തോ തിന്നുവാ? തിന്ന് ഈ ഒരു സമയം കൊണ്ട് നല്ലതായിട്ട് സവാള വഴന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും നമ്മൾ ചതച്ചല്ലോ, അതോടെ ഇതിനകത്തോട്ട് ചേർക്കണേ. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണം ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ എല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്തോട്ട് പൊടികൾ ചേർക്കാമേ. പൊടിയായിട്ട് ചേർക്കുന്ന ആകെ 2 എണ്ണ ചേർക്കാം. ഒന്ന് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. നിങ്ങൾ ഉണ്ടാക്കിയ ഗരം മസാല ആണ് നല്ലത്. അല്ലെങ്കിലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കത്തില്ലേ, അതിട്ടാലും മതി. അത് നന്നായിട്ടിട്ട് അതിൻ്റെയും കൂടെ പച്ചമണം ഒന്ന് കളയണേ. എന്നിട്ട് നമ്മൾ തക്കാളിയോടെ ഇട്ട് നന്നായിട്ട് വഴറ്റാൻ. തക്കാളി നല്ലോണം വഴണ്ട് വരണേ. അത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് തൈരും നാരങ്ങാ നീരും കൂടെ ചേർക്കണേ. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ഇടണേ. എന്നിട്ട് അത് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിനകത്തോട്ട് ഇടണം. ഞാനിവിടെ ലെഗ് പീസ് മാത്രമാണ് എടുത്തേക്കുന്നത്. ഇവിടെ അതായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാത്ത പീസാണെങ്കിൽ എന്തായാലും കുഴപ്പമില്ല. അത് നമ്മളിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു 3 വിസിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ നല്ല വേവുള്ള ചിക്കൻ ആണെങ്കിൽ 2 വിസിൽ വേവിച്ചാലും മതി. എന്നിട്ട് നമ്മൾ തീ ഓഫാക്കി വെക്കണം. ഫുള്ള് വേവണ്ട കേട്ടോ. കാരണം നമ്മൾ അതിനകത്ത് ഇനി റൈസ് കൂടെ ചേർക്കാനുണ്ട്. അതുകൊണ്ട് അപ്പോൾ അത് നന്നായിട്ട് വേവിച്ച് മാറ്റി വെക്കണം. ഈ ഒരു സമയം കൊണ്ട് എന്താ പറയുന്നത്, ഞാനിവിടെ 1.5 കപ്പ് നമ്മുടെ ബസ്മതി റൈസ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ്.
അപ്പോൾ അതും കൂടെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചിക്കൻ വെന്ത് കഴിയുമ്പോഴേ അതിനകത്ത് വെള്ളം നമ്മൾ എത്ര ഉണ്ടെന്ന് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയേക്കണം കേട്ടോ. ചിലപ്പോൾ 1 കപ്പ് കാണും, ചിലപ്പോൾ 1.5 കപ്പ് കാണും. അപ്പം നമ്മുടെ റൈസിനനുസരിച്ച് ആ ഒരു വെള്ളവും ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളത്തിന് ആ ഒരു ഗ്രേവി ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വെള്ളം ഒഴിക്കാൻ പാടില്ല, അത് തന്നെ അങ്ങ് വേവിച്ചാൽ മതി. ഇനി അത്ര ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം അഡീഷണൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ആ ഒരു അളന്ന് നോക്കിയപ്പോൾ 1 കപ്പോളം ഗ്രേവി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് 2.25 കപ്പ് വേണമായിരുന്നു വെള്ളം. അപ്പോൾ ആ 1 കപ്പ് ഗ്രേവിയും പിന്നെ ഒരു 1.25 വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ഈ അരിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഗ്രേവിയോടെ ചേർത്ത്. അങ്ങനെ എന്നിട്ട് നമ്മൾ ഒറ്റൊരു വിസിലിൽ, ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടുപ്പിക്കാവും. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഇറച്ചിച്ചോറ് റെഡിയാവും കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. ഈ പറയുമ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇറച്ചിച്ചോറ് റെഡിയാവും. ഈ ഇറച്ചിച്ചോറ് ഇതേപോലെ ഇരിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മളുടെ ആ ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയൊക്കെ ഇല്ലേ, അതേപോലെ തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഒറ്റ കുക്കറിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റൈസാണ് ഇത്. നല്ല ഫ്ലേവറും ആയിരിക്കും, നല്ല ഫില്ലിങ്ങും ആയിരിക്കും. അപ്പോൾ ഇതിന് ഞാൻ സൈഡായിട്ട് കറികൾ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. സാലഡ് ഉണ്ടാക്കി, സവാളയും കുക്കുംബറും പിന്നെ നമ്മുടെ പച്ചമുളകും തൈരും ഉപ്പും ഇത്രയും ചേർത്തിട്ട് ഒരു ഒരു സാലഡും ഉണ്ടാക്കി. പിന്നെ കൂടെ ഒരു പപ്പടം കൂടെ വറുത്തു കേട്ടോ. പപ്പടവും വറുത്തു. പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ കുറച്ച് നാരങ്ങ അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് ഇതങ്ങ് തീർത്തി ഈ ഒരു ഊണങ്ങ് തീർത്തു കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഇതായിരുന്നു. ഈ ഒരു സമയമൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എനിക്ക് പകൽ സമയം പനിയൊന്നും വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് എനിക്ക് കൂടുതൽ തളരുന്ന ഒരു ഫീലിംഗ് വരുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും എനിക്ക് പെട്ടെന്ന് ക്ഷീണമൊക്കെ വരാൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഈ സമയം മോൾ ഉറങ്ങാനൊക്കെ പോയിട്ടോ. ഉറങ്ങിയൊക്കെ എണ്ണീറ്റ് അത് സമയം വൈകുന്നേരം ഞങ്ങളുണ്ടല്ലോ പഴം നിറച്ചതുണ്ടാക്കിയേ. ഭയങ്കര എളുപ്പമാണ്. നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ തേങ്ങ, ഏലക്ക, പഞ്ചസാര ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. എന്നിട്ട് നമ്മുടെ ഏത്തപ്പഴം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇത് ഫില്ല് ചെയ്യണം. അന്ന് ഞങ്ങൾ കോസ്കോയിൽ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഏത്തപ്പഴം ഒത്തിരി കിട്ടും കേട്ടോ. അപ്പം അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഓവനിൽ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പഴുത്തോളും. അപ്പോൾ അങ്ങനെ പഴുപ്പിച്ച ഏത്തപ്പഴം കേട്ടോ. അത് ജസ്റ്റ് നമ്മൾ മൈദ മുക്കിയിട്ടുള്ള ബാറ്ററില്ലേ, മൈദ വെച്ചുണ്ടാക്കിയ ബാറ്ററിൽ ജസ്റ്റ് മുക്കി പൊരിച്ചാൽ മതി. നല്ല പഴം നിറച്ചത് റെഡിയായിരുന്നു. അപ്പം ഞങ്ങൾ 4 മണിക്ക് അതാണ് ഇന്ന് കഴിച്ചത്. ഞാൻ കുറേ നാളായിട്ട് അങ്ങനെ സ്നാക്സ് അങ്ങനെ കഴിക്കാറില്ലായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് ഇഫ്താറിൻ്റെ സ്നാക്സൊക്കെ എപ്പോഴും ഡെയിലി കണ്ട് അത് ഭയങ്കര ടെംപ്റ്റായി. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ചിലവർ ഈ മൈദ ഉണ്ടല്ലോ, മൈദയിൽ ഇടാതെ തന്നെ ഉണ്ടാക്കും. അതായത് ശരിക്കും അങ്ങനെ ഉണ്ടാക്കുന്നത്. മൈദ ജസ്റ്റ് ആ ഒരു ഫില്ലിങ്ങിന് കവർ ചെയ്യാൻ മാത്രമേ ചേർക്കത്തുള്ളൂ. വെറുതെ ഇങ്ങനെ സോട്ട് ചെയ്യുന്ന പോലെ ഒന്ന് പാനിലിട്ട് ആക്കത്തേ ഉള്ളൂ, മുക്കി പൊരിക്കത്തില്ല. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത്. പിന്നെ കുറച്ച് ഹെവി ഫുഡാണ് ഇത്. കഴിച്ചിട്ട് കുറേ നേരത്തേക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് വിശക്കത്തില്ല. കാണിക്കാവോ എന്നെ എന്തോ ഈ എന്തോ എഴുതുക. കള്ളി അതാരത്? പനിയാണോ? ആരാ ഇവിടെ പാത്രം തട്ടി കളഞ്ഞേ?
ആരാ ഇവിടെ പാത്രം തട്ടിക്കളഞ്ഞ? എന്റെ കുഞ്ഞറിയാതെ തട്ടിയത്. നീ ഇവിടെ വെച്ചിട്ട് പോയാൽ നിന്റെ ഉത്തരവാദിത്തം. ആരാ പാത്രം താഴെ ഇട്ടെന്ന്? ആരാ പാത്രം തട്ടിക്കളഞ്ഞ? ആരാണെന്ന് ചിരിക്കുന്നോ? ആരാ ഈ പാത്രം തട്ടിക്കളഞ്ഞ? ചിരിക്കുന്നോ? പടിയല്ലേ ഞാൻ വേറൊരു കസേര ഇരിക്കുന്നുണ്ട്. അവക്ക് അതേപോലത്തെ കസേര തന്നെ വേണമെന്ന് പറഞ്ഞ് സിറ്റ് ഔട്ടിൽ നിന്ന് അപ്പായെ കൊണ്ട് എടുത്തുകൊണ്ട് വന്ന് അപ്പ പിന്നെ അതിനകത്ത് മുഴുവൻ പൊടിയായത് കാരണം മറ്റേ ഡിസിൻഫെക്റ്റ് ചെയ്യുന്ന ഒരു ടിഷ്യൂ വെച്ച് അത് നല്ലോണം തുടച്ചിട്ടു. അപ്പം അതിൻ്റെ ഒരു ചെറിയ നനവ് അതിലുണ്ട്. അപ്പം അത് അവൾ അതിലിരിക്കാതെ അവിടെ പോയി അവളെ ഷീറ്റ് എടുക്കാൻ പോയതാണ്. ഷീറ്റ് വിരിച്ചിട്ട് അതിലിരിക്കാൻ. കേറിയിരി. സമാധാനായോ? സമാധാനായോന്ന്? ഡോ ഹലോ, ഇങ്ങോട്ട് നോക്ക്. ഇതിൽ നോക്ക്. ഈ ഇത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അറിയിക്കണം കേട്ടോ, കമൻ്റ് ഇട്ടോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ താങ്ക് യു. ഇനി അടുത്ത വ്ളോഗിൽ കാണാമേ. താങ്ക് യു.